നമസ്കാരം, ഞാൻ ശിവരാമൻ. 24 റൗണ്ട് അപ്പിലേക്ക് വിശദമായി. പാകിസ്ഥാനിലെ ട്രെയിൻ റാഞ്ചലിൽ 300 ബന്ദികളെ മോചിപ്പിച്ചെന്ന പാകിസ്ഥാൻ പട്ടാളം. ബലൂച്ച് ലിബറേഷൻ ആർമിയാണ് ട്രെയിൻ റാഞ്ചി യാത്രക്കാരെ ബന്ദികളാക്കിയത്. ആക്രമണത്തിൽ 33 ബലൂച്ച് ലിബറേഷൻ ആർമിക്കാരും കൊല്ലപ്പെട്ടെന്ന് പാക് സൈന്യം അറിയിച്ചു. തിരുവനന്തപുരം വർക്കലയിൽ 2 സ്ത്രീകൾ ട്രെയിൻ തട്ടി മരിച്ചു. കുമാരി, അമ്മു എന്നിവരാണ് മരിച്ചത്. അയന്തി പാലത്തിന് സമീപമായിരുന്നു അപകടം. ഷഫീദ് റാവുത്തറുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, എന്താണ് സംഭവിച്ചത്? ഉന്മേഷ്, ഇന്ന് വൈകിട്ട് രാത്രി ഏതാണ്ട് 8:30 തിരുവനന്തപുരത്ത് നിന്നും കൊല്ലം ഭാഗത്തേക്ക് പോയ മാവേലി എക്സ്പ്രസ് തട്ടി 2 പേർ മരിച്ചത്. അയന്തി സ്വദേശികളായിട്ടുള്ള കുമാരി 65 വയസ്സാണ്. ഇവരുടെ സഹോദരിയുടെ മകളായിട്ടുള്ള അമ്മു 15 വയസ്സാണ്. ഇവർ 2 പേരുമാണ് ഈ അപകടത്തിൽ മരിച്ചത്. 2 പേരും ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അനുബന്ധമായി അയന്തി വലിയമേലതിൽ ക്ഷേത്രത്തിനടുത്ത് പൊങ്കാല ഇടുന്ന രീതിയുണ്ട്. അവിടേക്ക് പോകാൻ റെയിൽവേ പാളം മുറിച്ചു കടക്കുന്നതിനിടയിലാണ് ഈ അപകടമുണ്ടായത്. ഇവരുടെ വീടിന് മുന്നിലുള്ള റെയിൽവേ പാളം കടന്നാണ് മുറിച്ചു കടന്നത്. വർക്കല പോലീസ് സംഭവ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഇവരുടെ മൃതദേഹം തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉന്മേഷ്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഗാന്ധിജിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധിയെ തടഞ്ഞ് RSS BJP പ്രവർത്തകർ. RSSും BJPയും രാജ്യത്തിന്റെ ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ എന്ന പരാമർശമാണ് പ്രകോപനത്തിനിടയാക്കിയത്. നിലപാടിൽ മാറ്റമില്ല എന്നറിയിച്ചാണ് തുഷാർ ഗാന്ധി മടങ്ങിയത്. ഗാന്ധിജിക്ക് ജയ് വിളിച്ചും തുഷാർ ഗാന്ധി പ്രതിരോധിച്ചു. BJP RSS നടപടി മതേതര കേരളത്തിന് അപമാനമെന്ന കെ സുധാകരൻ MPയുടെ പ്രസ്താവന കൂടി ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഓർത്ത് വിതുമ്പി തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം. എപ്പോഴും ചേർത്ത് പിടിച്ച കുടുംബത്തെക്കുറിച്ചും മകൻ അഫാനെക്കുറിച്ചും 24 അബ്ദുൾ റഹീം മനസ്സ് തുറന്നു. അഫാനോട് പൊരുത്തപ്പെടാൻ സാധിക്കില്ലെന്നും അബ്ദുൾ റഹീം പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് പോയി ജീവിക്കാൻ പോയി താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എൻ്റെ മക്കൾ കളിച്ചോളാം വീടാണ്. അങ്ങോട്ട് പോയി താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവിടെ പോകുമ്പോൾ നമുക്ക് അവരെ ഓർമ്മകൾ മനസ്സിൽ വരും. ജീവിതം പകുത്തുപോയ അബ്ദുൾ റഹീമിന് മുന്നിൽ വലിയ ശൂന്യതയാണ്. ആശുപത്രിവാസം കഴിഞ്ഞാൽ ഭാര്യ ഷെമിയുമായി പേരുമലയിലെ വീട്ടിലേക്ക് പോകുന്നത് ഓർക്കാൻ വയ്യ. മകൻ അഫാൻ ഇതെല്ലാം ചെയ്തെന്ന് ഇനിയും വിശ്വസിച്ചിട്ടില്ല ഭാര്യ ഷെമി. എല്ലാം ഞാൻ പറഞ്ഞായിരുന്നു, എല്ലാ കാര്യങ്ങളും. മരണം ആദ്യം മകൻ്റെ കാര്യമാണ് കൊച്ചുമോൻ്റെ കാര്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർമാർ പറഞ്ഞനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ. അത് പറഞ്ഞനുസരിച്ച് അതുപോലെ ഘട്ടം ഘട്ടമായി പറഞ്ഞു മരണങ്ങളെല്ലാം. സത്യമാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. പക്ഷേ എൻ്റെ കൊച്ചുമോൻ്റെ മരണം വിശ്വസിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊന്നും ഇപ്പോഴും വിശ്വസിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാവരും ഒന്നിച്ചായിരുന്നു. പക്ഷേ കടം ഇത്ര പെരുകിയത് എങ്ങനെയെന്നറിയില്ല. ഫർസാനയോടുള്ള അടുപ്പമെല്ലാം അഫാൻ പറഞ്ഞതാണ്. അതൊന്നും എതിർത്തിട്ടുമില്ല. മകനോടിപ്പം തോന്നുന്ന വികാരം നമുക്ക് എന്തായാലും എല്ലാം നഷ്ടപ്പെടുത്തിയത് അവനാണ്. ആ ഒരു വികാരം എൻ്റെ മനസ്സിലുണ്ട്. എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയെല്ലാം അവൻ നിമിത്തം ഉണ്ടായതാണ്. ഒരിക്കലും എനിക്ക് പൊരുത്തപ്പെടാനും പൊരുത്തപ്പെടാൻ പറ്റൂല. ഫർസാനയുടെ കുടുംബത്തെ കാണാൻ ആഗ്രഹമുണ്ടെന്നും അബ്ദുൾ റഹീം. അത് തോന്നിയിട്ടുണ്ട്. ഇന്ന് പോയി കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവരെ പോയി ഒന്ന് കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. അവർക്കും ഒരു വലിയ നഷ്ടമാണ് അവർക്ക്. അതെ, ഒരു വീട്ടിൽ നിന്ന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അഫാൻ എങ്ങനെ ഇങ്ങനെയായെന്നറിയില്ല. മകൻ PUBG ഗെയിം കളിച്ചിരുന്നു എന്നത് മാത്രമറിയാം. എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഒരു അഭിമുഖം, അതും വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം കഴിഞ്ഞു, പ്രതിസ്ഥാനത്തുള്ളത് അഫാനാണ്. ആ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിനെ എന്തുകൊണ്ട് നമ്മൾ ഈ സമയത്ത് സംസാരിക്കാൻ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ, ഇന്ന് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് അബ്ദുൾ റഹീം തന്നെ നമ്മളോട് പറഞ്ഞു. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. വായ്പയെടുത്ത ബാങ്കിൽ നിന്നും കടം മേടിച്ച് ബന്ധുവിൽ നിന്നും കുടുംബത്തിന് വലിയ സമ്മർദ്ദമുണ്ടായെന്ന് വെളിപ്പെടുത്തിയ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം. വീട് ജപ്തി ചെയ്യാൻ തടസ്സമില്ലെന്ന് വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ എഴുതി വാങ്ങി എന്ന് അബ്ദുൾ റഹീം 24നോട് പറഞ്ഞു. വീട് വിറ്റ് കടം വീട്ടുന്ന കാര്യം അഫാനുമായി ദിവസങ്ങൾക്ക് മുൻപ് സംസാരിച്ചിരുന്നുവെന്നും അബ്ദുൾ റഹീം വ്യക്തമാക്കി. ഇതൊരു പുതിയ വിവരമാണ്. ഇതാണ് ഞാൻ പ്രേക്ഷകരോട് പറയാനുണ്ടെന്ന് പറഞ്ഞൊരു കാര്യം. അതായത് വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിലെ ഒരു അസിസ്റ്റന്റ് മാനേജർ, ഇത് പോലീസും നമ്മളോട് സ്ഥിരീകരിച്ചൊരു കാര്യമാണ്. ഒരു അസിസ്റ്റന്റ് മാനേജർ നിരന്തരം റഹീമിൻ്റെ കുടുംബത്തെ ഈ പണത്തിൻ്റെ വില, എനിക്ക് തോന്നുന്നു ഒരു പേപ്പറൊക്കെ ഒപ്പിട്ട് വാങ്ങി. ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജർ നിരന്തരം ശല്യം ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ബാങ്ക് തുറന്നു കഴിഞ്ഞാൽ രാവിലെ 8 മണി തൊട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. 9 മണി തൊട്ട് വിളിച്ച് രാത്രി വൈകുന്നേരം 5 മണി വരെ നിരന്തരമായി വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നു. നമ്മൾ അടയ്ക്കാനുള്ള പൈസയാണെന്നാലും ഒരു സമയം കൊടുക്കുക. അല്ലെങ്കിൽ വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ നിന്നും എടുത്ത 15 ലക്ഷം രൂപയുടെ വായ്പ
തട്ടത്തുമലയിലെ ബന്ധുവിൽ നിന്നും വാങ്ങിയ 4.5 ലക്ഷവും സ്വർണവും. ഇതാണ് തനിക്കറിയാവുന്ന സാമ്പത്തിക ബാധ്യതയെന്ന് അബ്ദുൾ റഹീം. ബാങ്കിൽ നിന്നെടുത്ത വായ്പയടയ്ക്കാൻ താൻ പണം അയച്ചു നൽകി. കുറെ തിരിച്ചടച്ചു. ബാക്കി അടയ്ക്കാത്തതിനാൽ പിന്നീട് വായ്പ പെരുകി. പണം തിരികെ അടയ്ക്കാൻ ബാങ്കിൽ നിന്ന് സമ്മർദ്ദമുണ്ടായെന്ന് അബ്ദുൾ റഹീം. അദ്ദേഹം വന്ന് വീട് ജപ്തി ചെയ്യും. ഇപ്പം 2 ദിവസം മുന്നേ പറഞ്ഞ അദ്ദേഹം ഒപ്പിട്ട് വാങ്ങിച്ചു വീട് ജപ്തി ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞത്. ഇന്നലെ അദ്ദേഹത്തെ കാണാൻ പോരുന്നപ്പോൾ അദ്ദേഹം ഇതുവരെ പറഞ്ഞു. വൃക്ഷമായി സംസാരിച്ചു. ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങളെ മകൻ എല്ലാവരും കൊണ്ടുവന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നിങ്ങളെ നിമിത്തമാണ് എൻ്റെ കുടുംബം നശിച്ചു പോയി, നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പണം പലിശയ്ക്ക് നൽകിയ ബന്ധുവിൽ നിന്നും സമ്മർദ്ദമുണ്ടായി. മറ്റേ തട്ടത്തിലത്തെ ബാധ്യത കൊണ്ട് അവരിങ്ങനെ കറക്റ്റ് സമയമാകുമ്പോൾ പലിശയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാറുണ്ട് എന്ന് പറഞ്ഞു. പലിശയ്ക്കാണ് അവർ പലിശയ്ക്ക് കൊടുത്തത് പൈസയാണ്. അതിങ്ങനെ ആ സമയമാകുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും, ഞാൻ ഇങ്ങോട്ട് വരും. അങ്ങനെ സ്ഥിരത്തിന് ഭീഷണി പോലെ ഉണ്ടായിരുന്നു. തനിക്കറിയാവുന്നതിലുമേറെ എങ്ങനെ കടം പെരുകിയെന്ന് അബ്ദുൾ റഹീമിനും അറിയില്ല. വീട് വിറ്റ് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനെ കുറിച്ചാണ് അഫാനുമായി അവസാനം അബ്ദുൾ റഹീം സംസാരിച്ചത്. എന്നാൽ ഇതെല്ലാം ജീവിതം ഇങ്ങനെ കീഴ്മേൽ മറയ്ക്കുമെന്ന് അബ്ദുൾ റഹീം കരുതിയില്ല. ഷഫീദ് റാവുത്തർ, 24, തിരുവനന്തപുരം. കോഴിക്കോട് കടലുണ്ടി പഞ്ചായത്തിൽ ഭരണപക്ഷ പ്രതിപക്ഷ അംഗങ്ങൾ തെരുവിലേറ്റുമുട്ടി. മിനിറ്റ്സ് തിരുത്തി എന്നാരോപിച്ചുള്ള പ്രതിഷേധമാണ് കയ്യാങ്കളിയിലെത്തിയത്. ഫറൂഖ് പോലീസ് സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, എന്തിന്റെ പേരിലായിരുന്നു ഈ തർക്കവും തല്ലുമൊക്കെ? സമീർ, ഉന്മേഷ്, കടലുണ്ടി പഞ്ചായത്തിലെ ഭരണ പ്രതിപക്ഷ അംഗങ്ങളാണ് തെരുവിൽ ഏറ്റുമുട്ടിയത്. ഇന്ന് പഞ്ചായത്തിലെ അംഗങ്ങളുടെ യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ വെച്ചുകൊണ്ട് മിനിറ്റ്സ് തിരുത്തി എന്നാണ് UDF ആരോപിക്കുന്നത്. ഭരിക്കുന്നത് LDF ആണ്. LDF അംഗങ്ങൾ മിനിറ്റ്സ് തിരുത്തി എന്നായിരുന്നു UDF അംഗങ്ങളുടെ പരാതി. തുടർന്ന് ആ കോപ്പി ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ആ കോപ്പി ലഭ്യമായില്ല. തുടർന്ന് അതിനകത്ത് വലിയ വാക്കേറ്റമുണ്ടായി. അത് പിന്നീട് പുറത്തേക്ക് എത്തുകയും സംഭവവുമായി ബന്ധപ്പെട്ട് UDF പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു. അതിനിടയിലേക്കായിരുന്നു CPM DYFI പ്രവർത്തകരും പ്രകടനവുമായി എത്തിയത്. ഈ 2 കൂട്ടരും ഒരുമിച്ചെത്തുകയും അത് പിന്നീട് വലിയ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെയും പ്രവർത്തകർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഫറൂഖ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. 16 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. 6 പേർ CPIM പ്രവർത്തകരാണ്. കണ്ടാൽ അറിയാവുന്ന 10 പേർക്കുമെതിരെയാണ് ഫറൂഖ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. മുണ്ടക്കെ ചുരൽമല പുനരധിവാസവും എയിംസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ നേരിട്ടറിയിച്ച് സംസ്ഥാന സർക്കാർ. ഡൽഹി കേരള ഹൌസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ ആശാ വർക്കേഴ്സിന്റെ സമരം ചർച്ചയായില്ല. രാവിലെ 9 മണിയോടെയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരള ഹൌസിൽ എത്തിയത്. പ്രഭാത ഭക്ഷണത്തിന് ശേഷമാണ് കേരളത്തിന്റെ ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ചകൾ നടന്നത്. 45 മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ അരമണിക്കൂറോളം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും പങ്കെടുത്തു. പ്രൊഫസർ KV തോമസും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലകും ചർച്ചയുടെ ഭാഗമായി. വയനാട് പുനരധിവാസത്തിനുള്ള വായ്പാ വിനിയോഗ കാലാവധി നീട്ടി നൽകുന്നത്, വിഴിഞ്ഞം തുറമുഖം, വായ്പാ പരിധി, എയിംസ് തുടങ്ങിയവ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. എന്നാൽ ആശാ വർക്കേഴ്സ് വിഷയം ചർച്ചയായില്ല. മുഖ്യമന്ത്രിയോ കേന്ദ്ര ധനമന്ത്രിയോ വിഷയം ഉന്നയിച്ചില്ലെന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ആശാ വർക്കേഴ്സിന്റെ സമരം ഉന്നയിക്കേണ്ടതായിരുന്നുവെന്ന് KC വേണുഗോപാൽ MP. മുഖ്യമന്ത്രി ആ ചർച്ചയിൽ പാവപ്പെട്ട ആശാ വർക്കർമാരുടെ വിഷയം കൂടെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ ആകെ ഒരു ശ്രദ്ധയുള്ളത് ഈ വൻ നിക്ഷേപങ്ങളും വൻ മുതലാളി സംരംഭങ്ങളും. ഇവിടെ ഇപ്പോൾ കടൽമണ്ഡലത്തിൻ്റെ കാര്യത്തിൽ മോഡി ചെയ്യുന്നത് പോലെ തന്നെ അത്രയുള്ള കണ്ണാണ് പാവപ്പെട്ട ആശാ വർക്കർമാരുടെയും അതുപോലെ പെൻഷൻകാരുടെയും അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ഒക്കെ പ്രശ്നങ്ങൾ കൂടി ഉന്നയിക്കണം. കാരണം അവിടെ ഒരുപാട് ഡ്യൂ ഉണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക്. കേരളത്തിന്റെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് കൂടിക്കാഴ്ചയിൽ ധനമന്ത്രി അറിയിച്ചതായാണ് വിവരം. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയോ ധനമന്ത്രിയോ മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. കൂടിക്കാഴ്ച അനൌദ്യോഗികമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, JP നഡ്ഡ എന്നിവരെ കണ്ട് UDF MPമാർ. അനുഭാവപൂർവ്വമായ നിലപാടായിരുന്നു കേന്ദ്ര ധനമന്ത്രിയുടേതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം MPമാർ പ്രതികരിച്ചു. MPമാരുടെ സാന്നിധ്യത്തിൽ തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായി നിർമ്മല സീതാരാമൻ ബന്ധപ്പെട്ടെന്ന് NK പ്രേമചന്ദ്രൻ MP.
കേന്ദ്ര ആരോഗ്യമന്ത്രി ശ്രീ JP നദ്ദയുമായി കൂടി ആലോചിച്ചതിന് ശേഷം, മീറ്റിംഗ് വിളിച്ചു ചേർത്ത് കൂടിയാലോചിച്ചതിന് ശേഷം ആശാ വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ ശാശ്വതമായ പരിഹാരമുണ്ടാക്കാനുള്ള ഒരു സ്കീം തയ്യാറാക്കും, അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള വ്യക്തമായ നിയതമായ ഉറപ്പാണ് ആ യോഗത്തിൽ പാർലമെൻറ്റ് അംഗങ്ങളായിട്ടുള്ള ഞങ്ങൾക്ക് നൽകിയത്. മാത്രവുമല്ല, കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം നൽകുന്നതിനെ സംബന്ധിച്ചുള്ള ശക്തമായ ആവശ്യവും ഞങ്ങൾ യോഗത്തിൽ ഉന്നയിക്കുകയുണ്ടായി. ആശാ വർക്കേഴ്സിനുള്ള ഓണറേറിയം കൂട്ടുമെന്ന കൂടിക്കാഴ്ചയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ പറഞ്ഞെന്നും ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പു നൽകിയെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP. ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യം ഗവൺമെൻറ് പരിഗണിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ JP നഡ്ഡ ഞങ്ങൾ ഈ പത്രക്കാരെ കാണാൻ വരുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം ഉറപ്പ് നൽകിയത്. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണം ഇടപാട് കേസിൽ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പ്രതികളിൽ നിന്ന് കണ്ടുകെട്ടിയ സ്വത്തുക്കൾ നിക്ഷേപകർക്ക് നൽകാൻ ED നീക്കം ആരംഭിച്ചു. ഇതിൽ CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ഭൂമിയും വിവിധ ഘടകങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളും ഉൾപ്പെടുന്നുണ്ട്. കാരക്കോണം മെഡിക്കൽ കോളേജ് കേസിൽ സ്വീകരിച്ച അതേ നിലപാടാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലും ED സ്വീകരിച്ചിരിക്കുന്നത്. പ്രതികളിൽ നിന്ന് കണ്ടുകെട്ടിയ സ്വത്തുക്കൾ നിക്ഷേപകർക്ക് തിരിച്ചു നൽകാൻ ED നീക്കം ആരംഭിച്ചു. കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ബാങ്കിന് വിട്ടു നൽകാൻ അനുമതി തേടി ED കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. സ്വത്തുക്കൾ ബാങ്കിന് വിട്ടു നൽകാൻ തയ്യാറാണെന്ന് ED നേരത്തെ അറിയിച്ചിരുന്നു. ED നിലപാട് അറിയിച്ചിട്ടും സ്വത്തുക്കൾ സ്വീകരിക്കുന്നതിൽ ബാങ്ക് മറുപടി നൽകാൻ തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് ED കോടതിയെ സമീപിച്ചത്. പിന്നാലെ ബാങ്കിനും 55 പ്രതികൾക്കും കലൂർ PMLA കോടതി നോട്ടീസ് അയച്ചു. നേരത്തെ കേസിലെ പ്രതികളുടെ 128 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ED കണ്ടുകെട്ടിയത്. ഇതിൽ CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ഭൂമിയും വിവിധ ഘടകങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളും ഉൾപ്പെടും. ED നൽകിയ ഹർജി ഈ മാസം 27-ന് കോടതി വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ പോലീസ് ഒടുവിൽ നടപടിയിലേക്ക്. ഷീല സണ്ണിയുടെ മരുമകൾ ലിൽജി സംഗീതിനെ പോലീസ് ചോദ്യം ചെയ്തു. മകൻ സംഗീത് സണ്ണിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും ഹാജരായില്ല. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് നടപടികൾ. മലപ്പുറത്ത് കൂട്ടത്തല്ലിനൊത്തുകൂടി വിദ്യാർത്ഥികളുടെ ശ്രമം പൊളിച്ച് പോലീസ്. കോട്ടയ്ക്കൽ പുത്തൂർ ബൈപ്പാസിലാണ് സംഭവം. ജൂനിയർ വിദ്യാർത്ഥികളെ തല്ലാൻ പദ്ധതിയിട്ടത് മരവട്ടം ഗ്രേസ് വാലി കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥികളാണ്. കോട്ടയ്ക്കൽ പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മലപ്പുറം എടപ്പാൾ ചേകന്നൂരിൽ ഉത്സവത്തിനിടെ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി. വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് റോഡിലൂടെ ഓടിയ യുവാക്കളെ നാട്ടുകാർ ഓടിച്ചുവിട്ടു. സംഭവത്തിന്റെ CCTV ദൃശ്യം 24-ന് ലഭിച്ചു. കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നത്. പാലക്കാട് മലപ്പുറം ജില്ലാതിർത്തിയായ ആനക്കര കാക്കരാംകുന്ന് ക്ഷേത്രോത്സവത്തിനിടെയാണ് യുവാക്കൾ ഏറ്റുമുട്ടിയത്. സംഘർഷത്തിനിടെ സംഘത്തിലെ യുവാവ് വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതോടെ നാട്ടുകാർ ഇവരെ ഓടിച്ചുവിട്ടു. സമീപത്തെ കടയിൽ നിന്നാണ് യുവാവ് വാളെടുത്തതെന്നാണ് വിവരം. സംഘത്തിലുൾപ്പെട്ട ആലങ്കോട് സ്വദേശി അനീഷ് കുമാറിനെതിരെ പൊന്നാനി പോലീസ് കേസെടുത്തു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. 24 തിരൂർ. വയനാട് മാനന്തവാടി വള്ളിയൂർക്കാവിൽ പോലീസ് ജീപ്പ് ഇടിച്ച് വഴിയോര കച്ചവടക്കാരൻ മരിച്ചു. വള്ളിയൂർക്കാവ് സ്വദേശി തോട്ടുങ്കൽ ശ്രീധരനാണ് മരിച്ചത്. പ്രതിയുമായി കണ്ണൂരിൽ നിന്ന് വന്ന പോലീസ് ജീപ്പ് തലകീഴായി മറിഞ്ഞായിരുന്നു അപകടം. വൈകിട്ട് 3 മണിയോടെയാണ് മാനന്തവാടി പനമരം റോഡിൽ വള്ളിയൂർക്കാവിനടുത്ത് അപകടമുണ്ടായത്. കണ്ണൂർ ജയിലിൽ നിന്ന് മാഹി സ്വദേശിയായ തടവുകാരനുമായി മാനന്തവാടിയിലേക്ക് വരികയായിരുന്നു അമ്പലവയൽ സ്റ്റേഷനിലെ ജീപ്പ്. നിയന്ത്രണം വിട്ട ജീപ്പ് വഴിയോര കച്ചവടക്കാരനായ ശ്രീധരനെ ഇടിച്ചു തെറിപ്പിച്ചു. ശേഷം ആൽത്തറയിൽ ചെന്നിടിച്ച് തലകീഴായി മറിഞ്ഞു. പ്രതിയായ മാഹി സ്വദേശി പ്രബീഷ്, പോലീസ് ഉദ്യോഗസ്ഥരായ പ്രശാന്ത്, ജോളി സാമുവൽ, കൃഷ്ണൻ എന്നിവർക്ക് പരിക്കേറ്റു. മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ശ്രീധരൻ മരിച്ചത്. പോലീസ് ജീപ്പിന്റെ ടയറുകൾ തേഞ്ഞ നിലയിലാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. അപകട കാരണം അമിത വേഗതയെന്നും പരാതി. ഇവിടെ അവിടെ ആ വളവ് മുതൽ ഇങ്ങോട്ട് കയറുന്ന വണ്ടികൾക്കൊന്നും ഒന്നും കാണൂല, അവിടുന്ന് വരുന്ന വണ്ടികളൊന്നും കാണൂല. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഏത് സമയവും ആക്സിഡന്റ് തന്നെയാണ്, ഫുൾ ടൈം ആക്സിഡന്റ് തന്നെയാണ്. രാത്രിയൊക്കെ സമയത്ത് വരുന്ന വണ്ടികളുടെ സ്പീഡ് കണ്ടു കഴിഞ്ഞാൽ കണ്ണും തള്ളി അതേപോലത്തെ വരുന്നത്. വള്ളിയൂർക്കാവിലെ ഈ റോഡ് സ്ഥിരം അപകട മേഖലയാണ്. സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കാത്തതാണ് അപകടത്തിന് കാരണം. ചാറ്റൽ മഴയിൽ റോഡ് കുതിർന്നിരുന്നു. ജീപ്പ് എടുത്തു മാറ്റാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തു വന്നു. പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. 24 വയനാട്.
സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയ ഡോക്ടർ ശശി തരൂർ എംപിയെ KPCC വേദിയിൽ പരിഹസിച്ച് മുതിർന്ന CPIM നേതാവ് ജി സുധാകരൻ. ഐക്യരാഷ്ട്ര സംഘടനയിൽ ജീവനക്കാരനായിരുന്ന ആളല്ല വിശ്വപൗരൻ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശനെയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വേദിയിൽ ഇരുത്തി ജി സുധാകരന്റെ പരിഹാസം. ജി സുധാകരനെ വാനോളം പുകഴ്ത്തിയായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ പ്രസംഗം. വൻകിട മദ്യനിർമ്മാണശാല വിഷയത്തിൽ സർക്കാരിനെ വിമർശിച്ച് CPI നേതാവ് C ദിവാകരനും രംഗത്തെത്തി. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷത്തിലാണ് KPCC വേദിയിൽ ജി സുധാകരൻ എത്തിയത്. സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയ ശശി തരൂരിന് CPIM നേതാവിന്റെ വക പരിഹാസം. നമ്മളിപ്പോൾ എവിടെങ്കിലും രണ്ട് രാജ്യത്ത് അംബാസഡറായി കഴിഞ്ഞാൽ ഉടനെ വിശ്വപൗരൻ പേര് കൊടുക്കുന്നുണ്ടല്ലോ. ചുരുക്കാൻ വേണ്ടി നമുക്ക് തെറ്റായ കാര്യമാണത്, ഇത് സ്വീകരിക്കാൻ പാടില്ല. വിശ്വപൗരൻ എന്ന് പറഞ്ഞാൽ ഏത് രാജ്യങ്ങളിലെങ്കിലും ഐക്യരാഷ്ട്ര അസംബ്ലിയിൽ ഉദ്യോഗസ്ഥനായിരുന്നല്ല, ഉദ്യോഗസ്ഥനല്ല വിശ്വപൗരൻ. അത് ഒരിക്കലും വിശ്വപൗരനാവില്ല. അത് ശമ്പളത്തിനും പൊസിഷനും വേണ്ടി ജോലിയെടുക്കുന്ന ആരായാലും ശരി. ചടങ്ങിൽ പങ്കെടുത്ത CPI നേതാവ് C ദിവാകരൻ കോൺഗ്രസ് നേതാക്കളെ പുകഴ്ത്തി, സർക്കാരിനെ വിമർശിച്ചു. കേരള നിയമസഭയില് ഞാനൊരുപാട് പരിചയമുണ്ട്. അത്രയും കറക്റ്റായിട്ടുള്ള ഒരു നിയമസഭ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകളുടെ പെരുമാറുന്നതാണ്. രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ വളരെ വളരെ ഇരുത്തം വന്ന, അത് അദ്ദേഹം പറഞ്ഞല്ല, 28 വയസ്സിൽ മന്ത്രിയായത്. 28 വയസ്സിൽ ഞാനിവിടെ കൊടിയും കൊണ്ട് നടക്കുകയാണ്. അപ്പൊ അദ്ദേഹം മന്ത്രിയായി. ജി സുധാകരനെയും C ദിവാകരനെയും പുകഴ്ത്താൻ കോൺഗ്രസ് നേതാക്കൾ മത്സരിച്ചു. ഞാൻ നിയമസഭയിൽ അവർ രണ്ടുപേരും മന്ത്രിമാരായിരുന്നപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് ഒരുപാട് വിമർശനങ്ങൾ മന്ത്രിസഭയ്ക്ക് നേരെ, മന്ത്രിമാർക്ക് നേരെ, ഭരണകൂടങ്ങൾക്ക് നേരെ വർഷിച്ചപ്പോഴും ഒരു വാക്കുപോലും ഈ രണ്ടുപേരെ കുറിച്ചും പറയേണ്ട ഒരു അവസരം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ വയസ്സ് എന്ന് പറയുന്നത് നമ്മളെ അളക്കാനുള്ള ഒരു വേലിക്കെട്ടായി അല്ലെങ്കിൽ അളക്കാനുള്ള ബാരോമീറ്ററായി ഞാൻ കണക്കാക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് പ്രായം ഒരു പ്രശ്നമല്ല, നമ്മുടെ കഴിവാണ്, മനസ്സാണ് പ്രശ്നം. ചടങ്ങ് അവസാനിക്കും മുന്നേ ചിരിയും ചിന്തയും എന്ന പേരിൽ ജി സുധാകരനും VD സതീശനും ഒപ്പമുള്ള ചിത്രം രമേശ് ചെന്നിത്തല ഫേസ്ബുക്കിലും പങ്കുവച്ചു. 24 തിരുവനന്തപുരം. പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാനം. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തിരുവനന്തപുരം. കടുത്ത ചൂടിലും ആയിരക്കണക്കിന് സ്ത്രീകളാണ് എത്തുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. തലസ്ഥാനം ഭക്തരാൽ നിറഞ്ഞു. നഗരത്തിലെങ്ങും പൊങ്കാല സാമഗ്രികൾ വിൽക്കുന്നവർ മാത്രം. ക്ഷേത്രത്തിന് മുന്നിൽ പുലർച്ചെ മുതൽ ദർശനത്തിന് സ്ത്രീകളുടെ നീണ്ട നിര. 7 ദിവസമായി ക്ഷേത്രത്തിനുള്ളിൽ കഠിനവ്രതം അനുഷ്ഠിക്കുന്ന കുത്തിയോട്ട ബാലന്മാരുടെ പ്രദക്ഷിണവും നടന്നു. ഇക്കുറി 592 ബാലന്മാരാണ് വ്രതമനുഷ്ഠിച്ച് കുത്തിയോട്ടത്തിനായി കാത്തിരിക്കുന്നത്. പഴുതടച്ച് സുരക്ഷ ഉറപ്പാക്കാൻ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. അയൽ ജില്ലകളിൽ നിന്നുൾപ്പെടെയുള്ള 3800 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഡ്യൂട്ടിക്കായി വിന്യസിച്ചിട്ടുള്ളത്. 100 CCTV ക്യാമറകളും സ്ഥാപിച്ചു. നഗരത്തിലെ 847 ക്യാമറകളും സ്മാർട്ട് സിറ്റി കൺട്രോൾ റൂമുമായി ബന്ധിപ്പിച്ചു. 6 ഡ്രോണുകളും നിരീക്ഷണത്തിനായി പറക്കും. പുരുഷ വനിതാ പോലീസുകാർ മഫ്തിയിലും നിരീക്ഷണത്തിലുണ്ടാകും. ക്ഷേത്ര പരിസരത്ത് താൽക്കാലിക കൺട്രോൾ റൂമും തുറന്നു. വാഹന പരിശോധനയ്ക്കായി 32 പിക്കറ്റ് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ 5 ബൈക്ക് പെട്രോളിംഗ് യൂണിറ്റും 14 ഇലക്ട്രിക് റോവറുകളും മുഴുവൻ സമയവും നഗരത്തിൽ റോന്തു ചുറ്റും. 500 അഗ്നിരക്ഷാ സേനാംഗങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട്. അന്നദാനത്തിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഭക്ഷണം വിളമ്പി തുടക്കം കുറിച്ചു. ഒരു നഗരം മുഴുവൻ ഉത്സവപ്പറമ്പായി മാറുന്ന അപൂർവത. ദർശനം നടത്തണമെന്ന ദൃഢനിശ്ചയത്തോടെ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്ന ലക്ഷങ്ങൾ. കാത്തിരിക്കാം ഇനി മണിക്കൂറുകൾ. ടീം 24 തിരുവനന്തപുരം. ചൊട്ടാനിക്കര ദേവീക്ഷേത്രത്തിൽ മകം തൊഴൽ 10,000-കണക്കിന് ഭക്തരാണ് എത്തിയത്. കുംഭമാസത്തിലെ മകം നാളിൽ ഉച്ചകഴിഞ്ഞ് 2 മണിക്ക്
മിഥുനം ലഗ്നത്തിലാണ് മകം തൊഴൽ ചടങ്ങിനായി ക്ഷേത്രനട തുറന്നത്. ദേവിയെ ദർശിക്കാൻ ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇത്തവണയും രാവിലെ മുതലെത്തിയത്. ചോറ്റാനിക്കര അമ്മയെ പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്, അല്ലേ? നമ്മളെ വിളിക്കുന്ന ഓരോ വ്യക്തിയും ഈ മണ്ണിൽ ഈ നിമിഷം ഇവിടെ നിൽക്കണമെങ്കിൽ അത് അമ്മ വിചാരിച്ചിട്ട് മാത്രം. ഞാൻ അറിയാത്ത ഒരു വ്യക്തി എന്നെ വിളിക്കുന്നു, കേറ്റുന്നു, ഇവിടെ വന്ന് നിൽക്കുന്നു, ദേവേട്ടനെ കാണുന്നു, ഇവിടെ നിൽക്കുന്നു. 1 മണിയോടുകൂടി ക്ഷേത്രനട അടച്ചു. തുടർന്ന് 2 മണിക്ക് സർവാഭരണ വിഭൂഷിതയായി നെയ്തിരി വിളക്കുകളുടെ ശോഭയിൽ ഭക്തർക്ക് ദേവീ ദർശനം. നടൻ ദേവനടക്കം ചലച്ചിത്ര രംഗത്തെ നിരവധി പ്രവർത്തകരും ദേവിയുടെ ദർശനത്തിനായി എത്തി. എന്തായാലും വളരെ സന്തോഷമായി, വലിയ ഭാഗ്യം. അമ്മയുടെ കൂടെ ചെറുപ്പം മുതലേ വന്നതാ. നമുക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇവിടെ ചോറ്റാനിക്കര വരാറുണ്ട്. അത് അമ്മയാണ് അതിന്റെ ഇപ്പോഴും ഈ ഭക്തി എന്നിൽ ഉണ്ടാക്കിയത് എന്റെ അമ്മയാണ്. ദർശന നിർവൃതി നേടാൻ തമിഴ്നാട്ടിൽ നിന്നും നടി ഷക്കീലയുടെ മകൾ സാക്ഷി അടക്കമുള്ളവരും ചോറ്റാനിക്കര നടയിലെത്തി. വില്യമംഗലം സ്വാമിയാർക്ക് ദേവി വിശ്വരൂപ ദർശനം നൽകിയ ദിനത്തെ അനുസ്മരിച്ചാണ് മകം തൊഴൽ നടത്തുന്നത്. എന്നാൽ കാത്തുനിൽക്കുന്ന അവസാന വിശ്വാസിക്കും ദേവിയെ കണ്ടുമടങ്ങാനുള്ള സൗകര്യമൊരുക്കുമെന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നീ 3 ഗുണങ്ങളോടും കൂടിയ ദേവിയെ കണ്ട് ഭക്തർ സംതൃപ്തിയോടെ മടങ്ങുകയാണ്. ഇനി അടുത്ത ദർശനത്തിനായി 1 വർഷക്കാലം നീണ്ട കാത്തിരിപ്പ്. ചോറ്റാനിക്കര സന്നിധിയിൽ നിന്നും ക്യാമറമാൻ നിഖിലിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി. 24 പൂർത്തിയാകുന്നു. നമസ്കാരം.